എല്ലാവർക്കും കിച്ചൺ ഹണ്ടിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടപ്പത്തിരിയാണ്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മുട്ടപ്പത്തിരിക്ക് വേണ്ടി ഞാനിവിടെ 2 സവാളയും 4 മുട്ട 4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയിലയും. ഒരു സവാളയ്ക്ക് 2 മുട്ട വെച്ചാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 2 സവാളയ്ക്ക് 4 മുട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. സവാള ഇവിടെ അരിഞ്ഞിട്ടുണ്ട്. നേരിയതായിട്ട് നീളത്തിൽ കനം കുറച്ച് അരിയണം. പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മല്ലിയില നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചേക്കാം. അതിനകത്ത് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ മുട്ട ഒന്ന് ചിക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ തീ കത്തിച്ച് സിമ്മിൽ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കടായിൽ ചൂടായിരുന്നു നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. നമ്മുടെ കടായി ഇവിടെ ചൂടായിരുന്നിട്ടുണ്ട്. നമുക്കിവിടെ ഓയിൽ ചേർക്കാം. കുറച്ച് മതി, ഒരുപാട് വേണ്ട. കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ പച്ചമുളക് ചേർക്കണം. നമ്മുടെ സവാളയും പച്ചമുളകും ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനൊരു 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഈ സ്പൂണിന് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഉപ്പ് മുട്ടയിൽ ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇച്ചിരി ചേർത്താൽ മതി. ആ ഒരു ഇത്തിരി ഉപ്പ് ചേർക്കുന്നുണ്ട്, കാരണം മുട്ടയിൽ ചേർത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഈ മുളക് പൊടിൻ്റെ കുത്തൊന്ന് മാറി വരണം. മാറി വരുമ്പോൾ നമുക്ക് മുട്ട ചേർത്ത് വെക്കണം. നമ്മളുടെ ഇത് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുക്കാനൊക്കെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. മുട്ട ചേർത്തെടുക്കാം. തീ കുറച്ച് വേണം ഇടാൻ, കൂട്ടി വയ്ക്കരുത്. തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. നമുക്കിപ്പോൾ ഇത് മിക്സ് ചെയ്യേണ്ട. ഒരു 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇരുന്ന ശേഷം മിക്സ് ചെയ്താൽ മതി. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ മുട്ട വെച്ചിട്ട് നമുക്കിതൊന്ന് കയ്യെ മിക്സ് ചെയ്തെടുക്കാം. കയ്യെ ചിക്കി എടുക്കണം. നമ്മുടെ മുട്ട ഈ പരുവായിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് വേവാനുണ്ട് മുട്ട. നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ മുട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് ഇറക്കാം. മല്ലിയില ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇറക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു
അല്പം നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം നാരങ്ങ നീര് ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ മുട്ട ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓഫ് ചെയ്തിടാം. ഇനി നമുക്ക് അടുത്തത് ചപ്പാത്തി പരിപാടിയാണ്. അപ്പോൾ നമുക്കിനി അതിലേക്ക് കിടക്കാം. നമുക്ക് ചപ്പാത്തി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട്. ഞാൻ ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്. ചിലർ പച്ചവെള്ളത്തിലും കുഴയ്ക്കും. ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കുറച്ച് ഗോതമ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ഗ്ലാസ്സോളം ഗോതമ്പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്ര എടുക്കാം. ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം. കുറച്ച് കുറച്ച് ചേർക്കണം. ഒരുമിച്ച് ചേർക്കരുത്. നമുക്ക് ആവശ്യമുള്ളത്ര വെള്ളം കൂടിയാൽ നമുക്ക് പിന്നെ പരത്താൻ പറ്റില്ല. കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട്. നമ്മുടെ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കുഴക്കും. കാരണം ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പൊടിക്ക്. നമുക്ക് സാധാ ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാനാണ്. ഇനി നമ്മളിത് ചെറിയ ചെറിയ ഉരുളയാക്കിയെടുക്കാം. നമ്മുടെ ചപ്പാത്തിക്ക് പാവുള്ള അത്ര വേണ്ട, കുറച്ച് ചെറുത് മതി, വലുപ്പം മതി. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം. നമ്മുടെ ഇതെല്ലാം ഉരുളയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പറ്റി ഫില്ല് ചെയ്യണം. നമുക്ക് ഫില്ല് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കിതൊന്ന് പരത്തെടുക്കാം. ഞാനിവിടെ അരിപ്പൊടിയാണ് പരത്താൻ ഉപയോഗിക്കുന്നത്. ഗോതമ്പൊടിക്കാളും എനിക്ക് അരിപ്പൊടിയാണ് നല്ലത് പരത്താൻ വേണ്ടി. നമ്മൾ ചപ്പാത്തി ആണെങ്കിൽ പരത്തി ഫ്രിഡ്ജിൽ വെച്ചത് ഒട്ടാതെ ഫ്രിഡ്ജിൽ ഇരുന്നോളൂ. നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് വലിയ വട്ടം വേണ്ട. നമുക്ക് ഈ വട്ടം മതി. ഇത് നമുക്ക് ഇങ്ങനെ ഒരു അച്ച് കിട്ടും മേടിക്കാൻ ഇതുപോലത്തെ. അപ്പം അതിൽ വെച്ച് നമ്മൾ വെച്ചെടുക്കാം. ഇതുപോലെ വെച്ച് നമ്മുടെ കൂട്ട് ഇവിടെ ചെയ്ത് മടക്കിയെടുത്ത് ഉപയോഗിക്കാം. അല്ലാതെ ഞാനിപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഒരെണ്ണം കാണിച്ചു തരാം. നമ്മുടെ ഇതിലേക്ക് നമ്മുടെ കൂട്ട് മുട്ട ചിക്കൻ എടുത്ത് വയ്ക്കണം. ഇതിനൊരു സ്പൂണ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മടക്കിയെടുക്കാം. മടക്കുമ്പോൾ ഇത് ആവുമ്പോൾ നമുക്കിത് ഇതുപോലെ ബാലൻസ് വരും. നമ്മൾ വീണ്ടും അത് പരത്തിയെടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ ഇതുകൊണ്ടല്ല ചെയ്യുന്നത്, ഞാൻ കാണിച്ചു തരാത്. ഇതുപോലെ വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഷേപ്പിൽ നമുക്ക് ഇത് കിട്ടും. പക്ഷേ ഇത് ചെറുതാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ തീരെ ചെറുതായിരിക്കും. അപ്പം നമ്മൾ അച്ച് ഉപയോഗിച്ചല്ല ചെയ്യുന്നത്, കൈ കൊണ്ടാണ്. അപ്പം നമ്മൾ ഇതുപോലെ ചപ്പാത്തി പരത്തിയ ശേഷം നമുക്കൊരു സ്പൂൺ മുട്ട ചിക്കൻ വയ്ക്കാം. മുട്ട ചിക്കൻ ഇതുപോലെ വെച്ച് നമുക്ക് ഒന്ന് മടക്കിയെടുക്കണം. നേരെ മടക്കി പിന്നെ ഫോർക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഫോർക്ക് വെച്ച് ഇങ്ങനെ പിടിക്കണം. ഫോർക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഡിസൈൻ പോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ
ഇപ്പുറത്തെ സൈഡ് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളി ഡിസൈനിൽ നമ്മുടെ മുട്ടപ്പത്തിരി ഇത് ഇവിടെ ഇതായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് അച്ചിൽ ചെയ്യുവാണെങ്കിൽ നമുക്കിതുപോലെ ബാലൻസ് വരും. നമ്മൾ വീണ്ടും അത് കുഴച്ചിതാകുമ്പോൾ ഡ്രൈ ആവും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് ഫോർക്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. നമ്മുടെ മുട്ടപ്പത്തിരി ഇത് ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അച്ചി ചെയ്തത് ഭയങ്കര ചെറുതാണ്, കണ്ടോ. നമുക്ക് വലിയ അച്ച് കിട്ടും ഇതിൻ്റെ. എനിക്ക് വലിയ അച്ച് കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഫോർക്കിൽ ചെയ്യുന്നതാണ് ഒന്നും കൂടി നല്ലത്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഞാനിവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇടുമ്പോൾ സൂക്ഷിച്ചിടണം. നമുക്ക് രണ്ട് സൈഡും നല്ല ബ്രൗൺ നിറാവുന്ന വരെ ഒന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് ഈ പരുവം മതി. നല്ല ബ്രൗൺ നിറയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടപ്പത്തിരിയാണ്. ഇത്തിരി കഷ്ടപ്പാടാണ് എങ്കിലും നമുക്ക് ഒത്തിരി ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ശുഭദിനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.